അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മോര് കറി ഇസ് റെഡി. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് ഗോയിങ് ടു ട്രാൻസ്ഫർ ടു ദിസ്. അതായത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ വൈഫ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇറ്റ് ഹാസ് ബിക്കം എക്സാക്ട്ലി ആ ഒരു നല്ല യെല്ലോ കളർ. ഹോപ്പ് യു ക്യാൻ സി. എൻ്റെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഫോർ മീ ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ യെല്ലോ. സോ നമ്മുടെ മോര് കറി ഈസ് റെഡി. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. പെട്ടെന്ന് വാ. അങ്ങനെ മോരുകറിയെല്ലാം കഴിച്ച് ഞാൻ പെട്ടെന്ന് സ്കൂൾ വിടേണ്ട സമയമായി. അങ്ങനെ കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സംക്രാന്തിയുടെ എന്തോ ഒരു ആഘോഷം നടക്കുക. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ വീണ്ടും കുക്കിങ്ങിലേക്ക്. ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് ഞാൻ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോവും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ജീരകമൊക്കെ ആഡ് ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിങ്ങനെ മെഴുക്ക് വരട്ടുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇതൊരു കുറച്ചൊന്ന് എന്തെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതുവരെ നന്നായിട്ടൊന്ന് വേവണം. അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു പാനിൽ ഞാൻ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഇത്രയും പച്ചമുളകും കടുകും ഇതെല്ലാം ഒന്ന് വഴറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പൊട്ടറ്റോ മെഴുകുവരട്ടി ഓൾമോസ്റ്റ് ഡൺ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. സോ ഇറ്റ്സ് റെഡി. ക്യാബേജ് തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനല്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഇന്നത്തെ വിഭവം ഇസ് റെഡി. ആൻഡ് നമ്മുടെ മോര് കറി നോക്കിക്കേ, ഓൾമോസ്റ്റ് മഞ്ഞ കളറായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മുടെ ക്യാബേജ് മെഴുക്കുപുരട്ടിയും ഉരുളക്കിഴങ്ങും പിന്നെ മമ്മി എനിക്ക് തന്ന ചമ്മന്തിപ്പൊടിയും അന്ന് ഞാൻ ഉണ്ടാക്കിയ അച്ചാറും എല്ലാം കൂടെ നമുക്കൊന്ന് കഴിച്ചാലോ. സൂപ്പർ അല്ലേ? അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.